നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം വ്യാഴാഴ്ചയാകുന്നു. ഇന്ന് വ്യാഴാഴ്ച, അതായത് 1201 മിഥുനമാസം 11-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 25-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂർ കാലത്ത് 6:09 അസ്തമയം വൈകിട്ട് 6:46 ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വരുന്ന 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ഒരു ശുഭകാര്യങ്ങളും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. 1.5 മണിക്കൂർ ദൈർഘ്യമാണ് രാഹുകാല സമയം. ഇന്നത്തെ തിഥിയുടെ പ്രത്യേകത, ഇന്ന് വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. വളരെ ശക്തനായി ചന്ദ്രൻ പൗർണമിയിലേക്ക് വരികയാണ്. അതിന് വളരെ വിശേഷപ്പെട്ടൊരു ദിനമാണ് വെളുത്തപക്ഷത്തിലെ ഏകാദശി. ഏത് ഏകാദശിയും ശ്രീകൃഷ്ണ സ്വാമിക്ക് വളരെ വിശേഷമാണ്. കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ് വളരെ വിശേഷം. ഏതായാലും ഈ വെളുത്തപക്ഷത്തിലെ ഏകാദശി മറ്റൊരു പ്രത്യേകത വ്യാഴാഴ്ചയാണ്. അതിനാൽ വിഷ്ണു ക്ഷേത്ര ദർശനം, തുളസിമാല, പാൽപ്പായസം, അതിനുമപ്പുറം വെണ്ണ നിവേദ്യം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ചെറിയ കുട്ടികളുടെ പേരിലുമൊക്കെ വെണ്ണ നിവേദ്യം ചെയ്ത് അവർക്ക് ആ വെണ്ണ കൊടുത്താൽ വളരെയധികം അവരുടെ പഠന വിഷയമായാലും ബൗദ്ധികമായ തലത്തിലും വളരെയധികം പ്രകടമായ മാറ്റങ്ങൾ ആ കുട്ടികൾക്കുണ്ടാകും. ഇന്നത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ്. ഇന്ന് വെളുത്തപക്ഷത്തിലെ ചോതിയാണ്. വെളുത്തപക്ഷത്തിലെ ചോതിക്ക് വളരെയധികം വിശേഷങ്ങളുണ്ട്. സ്വാത്യാം സാഗര ശുക്തിപതിതം തൻ മൗക്തികം ജായതേ. ചോതി നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി ജലമാകുന്നു അമൂല്യമായ മുത്തായി മാറുന്നത്. വ്യാഴാഴ്ചയാണ്, നല്ല തിഥിയാണ്, നല്ല നക്ഷത്രവുമാണ്. അതിനാൽ ഇന്നത്തെ ദിനത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഇന്നത്തെ മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 9:10 മുതൽ 10:15 വരെയുള്ള സമയവും, അപ്രകാരം തന്നെ 11:50 മുതൽ 12:15 വരെയുള്ള സമയവും ഉപയോഗപ്പെടുത്താം. എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ ചോതി നക്ഷത്രം വൈകിട്ട് 4:35 വരെയുണ്ട്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് സർപ്പക്ഷേത്ര ദർശനം നടത്തണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി, അപ്രകാരം കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ്. വളരെയധികം രാഹുവിൻ്റെ അനുഗ്രഹ ആശിസ്സുകൾ നേടാം. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ. നല്ല ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ ഗുണകരമാണെന്നാണ് ശാസ്ത്രം വിധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ദിനം സമ്പന്നമാകട്ടെ എല്ലാം കൊണ്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.